ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? നമ്മളെ മലയാളികൾ ഒരു മരണ വാർത്ത കേട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അത് ആരുടെ മരണ വാർത്ത എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. എങ്കിലും ഞാൻ പറഞ്ഞു തരാം. അഡ്വക്കേറ്റ് ആളൂരിന്റെ അതിന്റെ മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അയാള് ജീവിച്ചിരിക്കുമ്പോ ചെയ്തു കൂട്ടിയ നന്മകൾ തന്നെ. നിങ്ങൾക്ക് അറിയില്ലേ അയാൾ ചെയ്തു കൂട്ടിയ നന്മയൊക്കെ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. അപ്പോ അതിന്റെ പേരിൽ മലയാളികൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുഴുവൻ മലയാളികളും നെഞ്ചിലേറ്റിയ അതേ ആളൂരിന്റെ അതേ സ്നേഹം നമ്മൾ കൊടുത്ത ഒരു വ്യക്തിയും കൂടിയുണ്ട്, ജസ്ന സലീം. പുള്ളി ഇന്ന് ഭയങ്കര ദുഃഖത്തിലാ. ഓളെ ദുഃഖം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. നിങ്ങൾ ഇതൊന്നും കണ്ടോക്കി. എന്നിട്ട് നിങ്ങൾ ദുഃഖം ഒരുപാട് അങ്ങോട്ട് കൂടുമ്പോ അറിയാതെ ഒന്ന് ചിരിക്കരുത്. അത്രേ ഉള്ളൂ എന്റെ അപേക്ഷ. എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് കാണും. ഹായ്, എന്താണ്? എന്ത് പറ്റി? എന്താ ഇവിടെ നോത്തിരിക്കുന്നേ? ഞാൻ ഉറങ്ങുന്നതായിരുന്നു, കാണാനായിട്ട് വന്നാ. പിന്നെ കാണാനായിട്ട് ബ്രദർ തെരഞ്ഞു വന്നതാ. എന്ത് പറ്റി കണ്ണൻ്റെ അടുത്ത് വന്നിരിക്കുന്നേ? എന്ത് പറ്റി? കണ്ണന്റെ അടുത്ത് വന്നിരിക്കുന്നതന്നെ. ബ്രാക്കറ്റില് കണ്ണൻ എന്തായാലും ചേർക്കണം. നിങ്ങളെ സങ്കടം കേട്ടു. 10,000 ഉറുപ്പ്യന്റെ 20-28 സൈസിനാ വന്നത്. എന്നപ്പോ ഞാൻ എനിക്കെന്നെ അറിയാലോ, 2 ദിവസം മുമ്പ് ഒരാള് വിളിച്ചിട്ട് അറിയാലോ. അപ്പൊ ഞാൻ അവരോട് അഡ്വാൻസ് ചോദിച്ച സമയത്ത് എന്നോട് തന്നെ പുറത്തുനിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്നത് ഞങ്ങൾക്ക് ലാഭമാണ്. പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെ അത് അയക്കുന്ന സമയത്ത് 2 ചാർജ് ഞങ്ങൾക്ക് പോവും. അതുകൊണ്ട് ഒരുമിച്ച് പൈസ അയച്ചു തരാറുണ്ട്. അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ എന്നോട് അതെന്താ ജസ്റ്റ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ലേ, ഞങ്ങൾ അതുകൊണ്ട് നിനക്ക് എന്നെ വിശ്വസിച്ചൂടെ എന്ന് ചോദിച്ചു. നമ്മളങ്ങനെ 4 ഫോട്ടോ നമ്മളത് ആ ഒരു വിശ്വാസം അങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. ഞാൻ 4 ഫോട്ടോ വരച്ചിട്ട് പോലെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മറ്റേ അയാളെ പോലെ കളിയാക്കി. ആരുടെ കളിയാക്കി? കുട്ടിനെ ആരെ കളിയാക്കി? വരയ്ക്കാൻ അറിയോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാന്നാ? അത് പോട്ടെ, അത് വാങ്ങാൻ വേറെ ആള് വരില്ല. ഒരു ഭാഗ്യമില്ല. 4 ഫോട്ടോ വാങ്ങാനാ 4 ഫോട്ടോ വാങ്ങാനാണ് ആള് വരാത്തത്. ഞാൻ കാണാനായിട്ട് വന്നത് ഇതൊക്കെയാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട എന്തൊരു ആവശ്യമാണുള്ളത്? ഇവർക്ക് വേണ്ട എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ഫോട്ടോ കേൾപ്പിച്ച് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ്. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തതാണ്. ഒരാളോട് ഒരു മുസ്ലിമാണ്, വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അഡ്വാൻസ് തന്നാൽ മാത്രമേ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ്. ഒക്കെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് എന്റെ ഫോട്ടോ വേണ്ട, ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തെറ്റ് ചെയ്ത അയാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ അതെന്തായാലും അത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകതയാണ്. ആരാണ് തെറ്റ് ചെയ്ത് ഓരോ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ജിസ്മോളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. എന്താണ് ഈ കേരളക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തല്ല അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരു തെറ്റ് ചെയ്യുന്നവരെ പിന്നാലെ നിക്കുക. നിങ്ങൾക്കൊക്കെ ഇവളെ പിന്നാലെ നിന്നൂടെ? എന്താ ഇവള് ഒരു വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വിഷയമാണോ? നിങ്ങൾ തന്നെ പറയൂ. 10,000 ഉറുപ്പിയുടെ 4 ഫോട്ടോ വരക്കാൻ പറഞ്ഞിട്ട് ആ പാവത്തിന് ആരോ മൂഞ്ചിച്ചിക്കണു. സംഭവം എന്താ എനിക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? ഓളാരോ മൂഞ്ചിപ്പിച്ചിക്കണു. ഐ മീൻ 40,000 ഉറുപ്പ്യ ഒരു ഫോട്ടോക്ക് 10,000 ഉറുപ്പ്യ വെച്ചിട്ട് 4 ഫോട്ടോ ഓർഡർ കൊടുത്തുക്കണു. അപ്പോ അത് ഒക്കെ വരയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ ആളുകളോളെ പറ്റിച്ചിക്കുകയാണ് എന്നുള്ളത് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണം. നാട്ടുകാരെ മുഴുവൻ മൂഞ്ചിപ്പിച്ചിട്ട് നടക്കണ ഇവളെ. അങ്ങനെയല്ല, ഇവളെ ഒരാൾ മൂഞ്ചിപ്പിച്ചു എന്നുള്ള വളരെ ദുഃഖത്തോടു കൂടെ അവളെ അറിയിക്കുക. അതിനാണെങ്കിലോ കുഞ്ഞാര ബ്രദറും ഉണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട നാടകമാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. ഇതിന് കാണുന്നതോടു കൂടെ മുസ്ലിം അല്ലേ പറ്റിച്ചിരിക്കണത്. അപ്പോ എന്താ അങ്ങനെ വിട്ടെടുക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക്
ഒന്ന് കീഴ്പ്പെട്ട് ഇറങ്ങേണ്ടത് മേപ്പെട്ട് തന്നെ കേറിയ ഓൾഡ് ഒരു കച്ചവടം കിട്ടുമല്ലോ. സംഭവം എന്താ അറിയോ, രണ്ടും പാടം മാക്സിമം നോക്കുന്നുണ്ട്. ഒന്നും നടക്കണില്ല എന്ന് മാത്രമല്ല ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ എന്തായി, ആദ്യം നാടകം കളി തന്നെ ഇനി നടക്കുള്ളൂ. വർഗീയത കൊണ്ട് ഇപ്പൊ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അവള് 4 മുസ്ലിമിനെ ചേർത്ത് നിർത്തിയിട്ട് തട്ടിട്ടൊക്കെ കണ്ണന്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊലിവായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ എല്ലാവർക്കും എല്ലാതുകൊണ്ട് മനസ്സിലായപ്പോ ഓളിപ്പോ എന്ത് കാട്ടിയിട്ട് ഒരു മേനേണ്ട് വരുന്നില്ല. അപ്പൊ പുതിയൊരു നാടകമാണ് ഓളെ പറ്റിച്ചിരിക്കുന്നു. എന്തിനാണ് കണ്ണന്റെ ഒക്കെ പേര് പറഞ്ഞ് എന്നെ എങ്ങനെ ചെയ്യുന്ന എന്നുള്ളത്. ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഹിന്ദുക്കളെ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ദിവസവും മുസ്ലിങ്ങളുടെ കഥകളും മുസ്ലിങ്ങളുടെ സ്റ്റോറിയും അവരുടെ എന്താ പറയാ ഇസ്ലാമിക് ക്ലാസ്സും എല്ലാം എടുത്തു കൊടുത്തിട്ട് ഒരു പരുവത്തിലാക്കി ഒന്നും കൊടുന്നതാ. അപ്പോഴാണ് ഹിന്ദുക്കൾ തന്നെ ഇവളുടെ നേരക്ക് തിരിഞ്ഞത്. ഇനി ആ അമ്പലനടയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുട്ടുകാല് തച്ചു മുറിച്ചുണ്ട്. അതോടുകൂടെ അവിടുത്തെ പോക്ക് നിന്നു. ഇപ്പൊ എന്താ ഇപ്പൊ ഉള്ള പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനെ വരച്ചു, അത് വാങ്ങാന്ന് പറഞ്ഞ് പറ്റിച്ചു, എന്നെ മുസ്ലിം പറ്റിച്ചു. ഒരു മുസ്ലിമൊക്കെ കണ്ണനെ ചിത്രം വരക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും വലിയൊരു എമൗണ്ടിന് ഇവള് ഇത് വരച്ചു കൊടുക്കുക, അതും അഡ്വാൻസ് പോലും വാങ്ങാതെ അവരെ വിശ്വസിച്ചിട്ട്. നിങ്ങള് കേൾക്കണവളുടെ സ്റ്റോറി. ഒരു മുസ്ലിം വിളിച്ചിട്ടാ പറയുന്നത് കണ്ണനെ വേണം പിന്നെ 4 എണ്ണം എന്നുള്ളത്. അപ്പൊ അവള് വരച്ചു കൊടുത്തപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്നാ ചോദിച്ചത്. അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നാമത് മുസ്ലിങ്ങൾ ഇവളെ വിളിക്കുമല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം. രണ്ടാമതൊരു മുസ്ലിം വിളിച്ച് വരക്കാൻ പറഞ്ഞ ആ സംഗതി ഒരു അഡ്വാൻസ് പോലും വാങ്ങാതെ ഇവള് വരച്ചു എന്നുള്ളത് വല്ലാത്തൊരു കഥയായി പോയി ജസ്നാന്റെ കഥ. അതിന് പറ്റിയൊരു ആങ്ങളിനെ എനിക്ക് കിട്ടിയിരിക്കണം. ആങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിക്കും തൊഴിലും പോണ്ട. ഈ ആങ്ങളുടെയും പെങ്ങളുടെയും സ്നേഹങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചത്, അതാ കണ്ടോ. ഇപ്പൊ അടിച്ചെങ്ങനെ ഉണ്ടാവും ചെയ്യോ? അതേ സ്ഥാനത്ത് ഇവിടെ ഉമ്മ വെക്കുന്നത് ഓക്കെ സ്നേഹം, ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ വെക്കുന്നത്. മറ്റേ ഈ കാക്കയൊക്കെ ഉണ്ടല്ലോ, ഈ ചിക്കനൊക്കെ കിട്ടി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇവള് പറഞ്ഞ മാതിരി മാമ പിടിക്കുന്നത് പിന്നെ മാമ കുടിച്ചിട്ടുണ്ടാവും. നമുക്ക് പറഞ്ഞൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഇതിപ്പോ ജിസ്മോൾ എന്റെ എല്ലാം എന്റെ അമ്മ ഓളെത്തമാരില്ല മതിയോടാ. ഓക്ക് മറ്റേ അണ്ണാക്കില് വെച്ചിട്ട് നാവുകൊണ്ട് പുഷ്പാഞ്ജലി കളിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതേമാതിരി കണ്ടില്ലേ നിങ്ങളെ, ഭയങ്കര സ്നേഹമുള്ള ആങ്ങളെയാണ്. ഇങ്ങനത്തെ ആങ്ങളുടെ ഒന്നും കിട്ടുകയില്ല. ഈ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുതലാക്കണം എന്ന് ആങ്ങളൊക്കെ നല്ല പോലെ അറിയാം. പണ്ടൊരു ചങ്ങായി അവന്റെ മകളെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ദിവസം വിളിച്ചോണ്ടോ ഇത്ര. അത് വിളിച്ചോണ്ടപ്പോ പറഞ്ഞത്രേ, അല്ല നിന്റെ മകളെ ഞാനേ ഒരിക്കലും വേണ്ടാത്ത ഒരു സീനിലും അഭിനയിക്കൂല, അങ്ങനെ പാടില്ല, അതൊരിക്കലും ഞങ്ങക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഒരു പേടിയും പഠിച്ചണ്ട. നിങ്ങളെ മകള് നല്ലൊരു വേഷമാണ്, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ് നിങ്ങളെ മകള്, അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഒക്കെ കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോണ്ടത്രേ ആകെ ബെഡ്റൂം സീനും ഇതൊക്കെ ഇതില്. അപ്പൊ ചോദിച്ചു അല്ലെങ്ങായി ഇതിനോട് 1000 വട്ടം പറഞ്ഞതല്ലേ നിന്റെ മകളെ ഒരു തോന്നിവാസത്തും കൊണ്ടും അഭിനയിപ്പിക്കൂലെന്ന്. ഇപ്പൊ എന്താ സിനിമയിൽ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചപ്പോ ഈ ഡയറക്ടർ തന്തരോട് പറഞ്ഞത്രേ, അതിന് നിങ്ങളെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് നായകൻ സ്വപ്നം കാണണേ. അപ്പൊ നായകനോട് നമുക്ക് സ്വപ്നം കാണണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. എനിക്ക് എന്തൊക്കെ കാണാം, നിങ്ങൾക്കും കണ്ടുകൂടെ? നിങ്ങൾക്ക് ആരിനെ വേണമെങ്കിലും വെച്ച് സ്വപ്നം കാണാം. അങ്ങനെ ഒരു സ്വപ്നാണ്, അല്ലാതെ നിങ്ങളെ മകളെ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? അങ്ങനെ ഒന്നും അല്ല. ഓൾക്ക് ഇതിന് നല്ല കഥാപാത്രമാണ്. അതേ മയ്യാണ് ഇപ്പൊ ഇവലെ അവസ്ഥ. ഓലിങ്ങോട്ട് പറയണതും ഓലിങ്ങോട്ട് സ്നേഹിച്ചതും ഓലിങ്ങോട്ട് കാട്ടിക്കൂട്ടണം ഇതൊക്കെ നല്ല സെൻസിൽ എടുക്കണം. ഓല ആങ്ങളി പെങ്ങളുമാണ്. എന്നാ ഇവൾക്കൊരു മാപ്പിള ഉണ്ട്. ഈ മാപ്പിളനെ ആര് ചോദിച്ചാലും പറയും, ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ, നോക്ക് ഇതവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാനിട്ടാണ്, ഇക്ക് കാണുന്നുണ്ടല്ലോ, ഇക്കിന്റെ സലീമിക്കാനെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാത്തിന് ഞാൻ എന്താ ചെയ്യാ? അതാണ് ഐറ്റം. ഓൾക്ക് മാത്രം ഈ ചെങ്ങൈനെ കാണുള്ളൂ. ഇവനെപ്പോഴാ നാട്ടിക്ക് വരില്ല, ഇവനെപ്പോഴാ തിരിച്ചു പോക്കാനൊന്നും ഒരു മഹലൂക്കും കാണലില്ല. ആരെങ്കിലും കാണലുണ്ടോ? ഞാൻ എന്റെ അറിവിൽ ആരും ഇതുവരെ കണ്ടതായിട്ട് ഒരു റിപ്പോർട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ആര് ചോദിച്ചാലും
ഇവളുടെ കണ്ണിന് മാത്രമേ ഈ സാധനത്തിനെ കാണുള്ളൂ. അതിന്റെ കുട്ടൻസ് എന്താന്ന് എനിക്കറിയില്ല. ഇന്ന ഇവൾക്ക് 2-3 കുട്ടികളുണ്ട്. ചോദിച്ചാ കുട്ടികളെ വാപ്പോനാന്നും പറയും. എന്നാ ഓങ്ങോട്ട് വരുന്നുമില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ വാട്സാപ്പ് വഴിയോ അതോ എക്സാണ്ടർ വഴിയോ ഒരു പുഴുത്തമല്ല കേട്ടോ. പക്ഷെ അതെന്തെങ്കിലും ആകട്ടെ, ഈ സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ടുനടക്കാൻ ഇങ്ങനെ ഒരാങ്ങളെ ഇവിടെ ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ ഓൻ വരുന്നത്? മോന് അതിന് പോലും ഓള് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നോക്കാമിന ഓളെ ഇരുന്ന് അല്ലാത്തൊരു ജാതി തന്നെ. ഈ പഞ്ചായത്ത് കക്കൂസിനെ ഈ ദുനിയാവിൽ ആകെ ഏറ്റെടുത്തൊരു മുതലാണ് ഇപ്പൊ ഈ ചെങ്ങായി. പിന്നെ ഗൾഫില് മാപ്പിള ഉണ്ട് കേട്ടോ. ഗൾഫിൽ മാപ്പിള ഉണ്ട്. അത് എത്ര കൊല്ലം കൂടുമ്പോഴേ വരലുണ്ട്. പക്ഷെ ആരും കാണലില്ലാഞ്ഞിട്ടാണ്. നമ്മളെ കണ്ണിന് കാഴ്ചയില്ലാത്തത് നമ്മളെ കുഴപ്പ അല്ല, അതൊക്കെ സൃഷ്ടാവ് തരുന്നതല്ലേ. അപ്പൊ ഇതിന്റെ ഒരു കാഴ്ച ഓളെ കെട്ടിയനെ കാണേണ്ട കാഴ്ച ഓൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഓളിപ്പോ താൽക്കാലിക, അതായത് കെട്ടിയോൻ വരുന്ന വരെയുള്ള താൽക്കാലിക സഹായങ്ങൾക്ക് വെച്ച ഒരാങ്ങളെയാണ് ഇപ്പത്. അപ്പൊ ആങ്ങളെ ഒന്നൊന്നായി ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാസ്സുകൾ ആങ്ങളെ നിരന്തരം എടുത്തു കൊടുക്കുകയാണ്. അതവിടെ നടക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആളൂരിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഇവളുടെ സങ്കടം, ഇവളുടെ ദുഃഖവും കണ്ടിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ചിരിക്കാതിരിക്കാൻ വയ്ക്കൂല, സന്തോഷിക്കാതിരിക്കാൻ വയ്ക്കൂല. അതെന്താ അറിയോ, കയ്യിലിരിപ്പ് അങ്ങനെ. ഈ വർഗീയവാദികൾ 2 ഉണ്ടല്ലോ, മതം വിറ്റിട്ടും മനുഷ്യരെ തമ്മിലടിപ്പിച്ചിട്ടും ജീവിക്കുന്ന ഇവരെ വിളിച്ചതുണ്ടോ ആ പെണ്ണിനെ മച്ചി മച്ചിന്ന്. ഇവർക്കെതിരെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവളെ അപ്പൊ പോസ്റ്റ് ഇട്ടിട്ട് അപ്പൊ ആ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ അതിന് റിപ്ലൈ കൊടുക്കും. ഇവളെ തൊണ്ടും ചെറിയും കണ്ടാൽ തന്നെ നമുക്ക് ചോറ് വയ്ക്കുന്നിടത്തുനിന്നൊക്കെയാണ് ഇവളെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ് പോകും. അറപ്പാവും അത്രക്കും. കണ്ടിക്കണോ? പഞ്ചായത്ത് കക്കൂസ് എന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്ത് കക്കൂസിനെ എന്താ പറയുക ചെറുതാക്കണില്ല. അതെന്തുകൊണ്ടറിയോ, ഇപ്പോഴൊക്കെ പഞ്ചായത്ത് കക്കൂസൊക്കെ കാണാൻ കുറച്ചേലും വൃത്തിയുണ്ട്. ഇവളെ എന്താ പറയാ തൊള്ളയും നാക്കും കാണാനാണ് ഇപ്പൊ വൃത്തികേട്. ഇന്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ഇജൊക്കെ ഏതുവരെ ആടിയാലും പൊന്നാര മകളെ ജസ്ന സംഘികൾക്ക് പോലും വേണ്ട തന്നെ. ഇജ് കുറെ കാലം പറ്റിച്ചിരുന്നു മതത്തിന്റെ പേരും പറഞ്ഞിട്ട്. ഇപ്പൊ കണ്ണനെ വാങ്ങാനും ഓളെ അടുത്തുനിന്ന് ആരുമില്ല, ഓളെ തീറ്റിപ്പോറ്റാനും ആരുമില്ല. മറ്റേത് ഗിഫ്റ്റ് വരിക ഇതാക്കുക. ഇപ്പൊ സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇവളിപ്പോ അളക്കല്ല, ഒരു ഇളക്കം അല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്തായി, അവൾ ആരെങ്കിലും പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റലാക്കിയിട്ട് ഇങ്ങനത്തെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. സെന്റിമെന്റിലോണ്ട് നാട്ടുകാരെ കീശിലുള്ള കാശ് തട്ടിയെടുക്കുക എന്നുള്ള ഒരു വിചാരത്തോടെ ഈ 1000 ഉറുപ്പ്യ തികച്ചാകാത്ത കണ്ണന്റെ ഫോട്ടോക്ക് ഇവള് ഇടുന്ന വിലയാണ് 10,000 ഉറുപ്പ്യ. നേരെ മറിച്ചൊരു ഹിന്ദു അതിൻ്റെതായ ഭംഗിയിലും ഇതിലും വരയ്ക്കുന്ന ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണനായിട്ടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ പണത്തിന് വില നോക്കൂല. പ്രത്യേകിച്ച് ഹിന്ദുക്കള് അത് എത്രയാണോ അത് കൊടുത്തിട്ട് മേടിക്കും. അതെന്താ വെച്ചാ അത് യഥാർത്ഥ കണ്ണഭക്ത. എന്നാൽ ഇവര് രണ്ടാളും കാണിക്കുന്നതോ തനി ശുദ്ധ തമ്മാടിത്തരം, ലോക വർഗീയത, അവൾക്ക് വേണ്ട ഇറച്ചി മീന് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആ ഫോട്ടോകൾക്കൊക്കെ മൂക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ നാറിയിട്ട് അവിടുന്ന് പോയിട്ടുണ്ടാവും. അത് നമുക്ക് അത്രക്ക് വലിയ വശമാണ് ഓരോ ദിവസവും ഇവര് കടന്ന് തുപ്പുന്നത്. എന്നിട്ടും ഏൽക്കുന്നില്ല, ഏൽക്കാനും പോകുന്നില്ല. അത് ഞാൻ പണ്ടേ പറഞ്ഞതാ. സംഘികളെ ഈ ലോകത്ത് സംഘികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താ, അതങ്ങോട്ട് പാറുക എന്നല്ലാതെ വേറെ അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നൊരു കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഈ സംഘികൾ സംഘികളും കൂടി ഒഴിവാക്കിയ ഒരു സാധനത്തിന് പിന്നെ ഒരാൾക്കും വേണ്ട. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആങ്ങളി പെങ്ങളും അങ്ങോട്ട് സ്നേഹിക്കും, രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്നേഹിക്കും. വല്ല കെട്ടിപ്പടുത്തവും മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല. എന്നാ ശരി, പോട്ടെ.